കൊടുത്തിട്ട് തിന്നണം. തിന്നുമ്പോ ഏതുവരെ കൊടുക്കാത്തവർ ഒരൊറ്റ വീട്ടില് എലവണ് മൂത്തോണ് എല്ലാരും മറ്റുഞ്ചി എല്ലാ സുഡ്കാട് ഒരേ ഔത്തുണ്ട്. എത്ര കൊണ്ടുവരുന്നു? എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരുമ്പോ അവരെ മക്കൾക്ക് മാത്രം, അവരുടെ ഭാര്യക്ക് മാത്രം ഐസ്ക്രീം കൊണ്ടുവരാണെങ്കിലും അങ്ങനെ ആരും കാണാതെ ഒളിപ്പിച്ചു കൊണ്ടുവരിക. പിസ്ത കൊണ്ടുവരാണെങ്കിലും അങ്ങനെ, ചോക്ലേറ്റ് കൊണ്ടുവരാണെങ്കിലും അങ്ങനെ, ഷവർമ്മ കൊണ്ടുവരാണെങ്കിലും അങ്ങനെ, ഇതൊക്കെ ഒളിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അലമാരകളിൽ വെച്ച് എല്ലാരും കടന്ന ശേഷം തിന്നുന്ന സംവിധാനം, ആ ഒരു സ്വഭാവം അത് നല്ല സ്വഭാവമല്ല. മക്ക കളിച്ചോദിക്കുമ്പോ ഞങ്ങൾ അപ്പുറം ഇപ്പത്തെ അവസ്ഥല്ല, മക്ക കളിച്ചോണ്ടിരിക്കുമ്പോ ഈ മക്കൾക്ക് ഐസ്ക്രീം ഉണ്ട് കൊടുക്കും. സൺഡേ അല്ല, ഐസ്ക്രീം എല്ലാം ഉണ്ട് ഫ്രിഡ്ജില്. ചില പെണ്ണിങ് എന്താ കൂട്ട നിങ്ങളെ കുട്ടങ്ങൾ മെൽക്കാറിന്റെ പെണ്ണുങ്ങല്ല, നല്ല പെണ്ണിങ്, നല്ല ഭാര്യ, നല്ല ധാരാളം പെണ്ണിങ്ങുണ്ട്, നല്ല പെണ്ണിങ്. ഞങ്ങളുടെ നാട്ടിൽ അപ്പുറല്ല, അപ്പുറത്തെ പെണ്ണിങ് എന്താക്കുക, ഇതല്ല സമ്മത് നിന്റെ ഉമ്മ വിളിച്ചോണ്ട് എന്തിനുണ്ട് കേട്ടിട്ട് പാനൊക്കെ പോയിട്ട് ആരെ സമ്മതനായിട്ട് മോനെ ഇത് വേഗ വേഗം മുളുങ്ങോണ് ബണ്ടേക്ക് വന്നാൽ തിണ്ട് തീർക്ക് മോനി കൊടുക്കുന്ന ഐസ്ക്രീം അല്ലെങ്കിൽ ജ്യൂസ് അവണ് പണി ചൊല്ലണ്ട സമ ഉർത്തിട്ടല്ലോ. ഈ മന്ന സാളിലെല്ലാം ഉർത്തുന്ന ഉർത്ത് കേട്ടെങ്കിൽ ജ്യൂസ് കുടിച്ചെണ്ടെന്ന് ചൊല്ലണ്ട, തണ്ണി കുടിച്ച ചൊല്ലു കേട്ടെങ്കിൽ. ആര് ഒരു പാതി അര ഗ്ലാസ് ജ്യൂസ് സമ്മതിന് കൊടുത്തെങ്കിൽ ആർട്ട് ഫെയിലാവാ കൊടുക്കല. നിങ്ങൾ നല്ല പെണ്ണിങ്, അള്ളാഹു ബർക്കത്താകട്ടെ. കൊടുക്കല 20 ചില ആളുകൾ, അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപം ഇറങ്ങുന്നുണ്ട്. മലക്കാണവർക്ക് അള്ളാഹുവിനോട് മലക്കുകളാണ് അള്ളാഹുടെ ദുആ ചെയ്തത്. അല്ലാ ഇതുപോലെ കഞ്ചൂസാക്കുന്ന പെണ്ണിനിക്ക്, ഇതുപോലെ കഞ്ചൂസാക്കുന്നവർക്ക് അല്ലാഹുവേ നീ നാശം കൊടുക്കണേ അല്ലാ എന്ന് അള്ളാന്റെ മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാന്റെ റസൂലാണ് ഇത് പറഞ്ഞത്, ഉസ്താദല്ല സാപ്പ വെച്ചത്. പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് സാപ്പ വെച്ച് നിങ്ങൾ ഹലാക്കായിട്ട് പോട്ട് നിങ്ങൾ ഉസ്താദിനെ അപ്പളെ ഡിസ്മിസ്. ഈ റായത്ത് ഒരു ഫംഗ്ഷനുകൾ ബറൗതീറ എഴുതി വെക്കും. അള്ളാന്റെ മലക്കുകളെ ശാപം വെക്കുന്നു, നീ കഞ്ചൂസാക്കിയിട്ട് കൊടുക്കാതിരുന്നിട്ട് എടുത്തു വെച്ചിട്ട്. ചില പെണ്ണിങ്ങല്ല മംഗലം വിളിക്കാൻ പോയിട്ട് 1/2 ഗಂಟ പഞ്ചാതികയുണ്ട്. ഉമ്മ സാറുണ്ടാ, ഉമ്മയുടെ മുട്ടുനമ്പല സുമാറുണ്ടാ, നിന്റെ മൂത്തോൾ ദുബൈയിൽ വന്നൊരാള, എല്ലാം ലണ്ടനിലാണ് റായത്ത് വന്നൊരാണ്. മുണ്ടി ഓന്റെ തൊണ്ടന്റെ ഫസലെല്ലാം ആറിയിട്ട് മംഗലെല്ലാം വിളിച്ചിട്ട് പോയിട്ട് ഗേറ്റവിടെ എത്തുമ്പോ ഇതെല്ലാം നീത്തൽ ജ്യൂസ് കുടിച്ചിട്ട് പോത്തില്ല, നീ സൂക്ഷിച്ചില്ല മംഗലത്ത് വരില്ല. 1/2 ഗಂಟ പഞ്ചാതികാക്കുമ്പോ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടില്ല. ലണ്ടന്റെയും ദുബൈന്റെയും ചൈനാന്റെയും വിഷയം പറഞ്ഞല്ലാതെ 1/2 ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടില്ല. പോയിട്ട് ഗേറ്റിലേക്ക് എത്തിയ പിന്നെ വേണ്ടപ്പാ വേണ്ട കഞ്ഞല് പോ. ഈ രൂപത്തിലാണോ കയറി വന്നവർക്ക്, കുടുംബത്തിൽപ്പെട്ടവർക്ക്, അതിഥികൾക്ക് മര്യാദയായി കുടിക്കാൻ കൊടുക്കുക, നല്ലത് കുടിക്കാൻ കൊടുക്കുക. പെണ്ണുങ്ങളൊക്കെ കുടിക്കാൻ കൊടുക്കി എന്നൊക്കെ പാട്ട് പാടിയത് കൊണ്ടായോ, പാട്ട് പാടിയത് കൊണ്ടായില്ല, പാട്ട് കേട്ടത് കൊണ്ടായില്ല. വരുന്നവർക്ക് കുടിക്കാൻ ഏറ്റവും നല്ലത് പച്ചവെള്ളമാണ്, കുടിക്കാൻ കൊടുക്കാൻ ഏറ്റവും നല്ലത് കിണറ്റിലെ വെള്ളമാണ്. കിണർ വീട്ടിൽ ബറക്കത്താണ്. വീട്ടില് കിണറുണ്ടെങ്കിൽ കിണർ തന്നെ കിണർ നല്ല കിണർന്നായിട്ടിരിക്കല ഡൗട്ടുണ്ട്. അതാ കുറച്ച് കിണറല്ല കിണത്തിന്റെ വെള്ളമാണ്. രാവിലെ കിണറ്റിന്റെ വെള്ളത്തിലേക്ക് സംസം കിണറുമായി ബന്ധമുണ്ട്. രാവിലെ സുബ്ഹിക്കുള്ള കിണറ്റിന്റെ വെള്ളത്തിൽ കുളിച്ചാൽ ആശ്വാസമാണ്. രാവിലെ കിണറ്റിന്റെ വെള്ളം ചൂടാക്കേണ്ടതില്ല, ആ വെള്ളം അതുപോലെ എടുത്തു കുടിച്ചാൽ ആരോഗ്യത്തിന് വല്ലാത്ത അസറാണ്. രാവിലത്തെ വെള്ളം കോരണം. ഈ സിഹിർ ബാത്തിലാക്കുന്നല്ലേ പറഞ്ഞിട്ടില്ലേ, സുബൈക്ക് ഏത് കിണറ്റിന്റെ വെള്ളം വേണം, തണ്ണി വേണമെന്നല്ല അല്ലേ, ഇവിടെ ഇല്ലേ അല്ലേ, പണ്ടത്തോറിൽ കേട്ടിട്ടില്ല സുബൈക്ക് ഏത് കിണറ്റിന്റെ തണ്ണി വേണമെന്നല്ല. അറിയാലേ ഊട്ടോർ മാട്ട ഇസ്മ മന്ത്രം ആക്കുന്നില്ല. അള്ളാഹുവിനെ സലാമത്താക്കണേ അല്ലാ. പിന്നെ രാവിലെ കിണറ്റിന്റെ വെള്ളം അള്ളാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. കിണറ്റിന്റെ വെള്ളം ചൂടാക്കേണ്ടതില്ല.
മൺപാത്രത്തിലാണ് വെള്ളം കുടിക്കാൻ വെക്കേണ്ടത്. ചൂടാക്കിയ വെള്ളം, പൈപ്പ് ലൈനിന്റെ വെള്ളമാണെങ്കിൽ, കുഴൽക്കിണറിന്റെ ബോറിന്റെ വെള്ളമാണെങ്കിൽ അത് ചൂടാക്കിയിട്ട് മൺപാത്രത്തിൽ കൂട്ടിവെച്ചാൽ മണ്ണ് പോയിസൺ വലിച്ചെടുക്കാൻ, വിഷം, ഫുഡിലുള്ള വിഷം വലിച്ചെടുക്കാൻ കഴിവുള്ളതാണ് മൺപാത്രങ്ങൾക്ക്. അതാണ് മണ്ണിന്റെ പാത്രത്തിൽ മീൻകറി വെക്കാനും മൺപാത്രത്തിൽ ഫുഡ് ഉണ്ടാക്കാനും. ഇന്ന് ചില ഹോട്ടലിലൊക്കെ കാണാം മൺപാത്രം. അതിന്റെ സീക്രട്ട് അന്വേഷിച്ച് നോക്കുമ്പോ ഒരാള് പറഞ്ഞു, വലിയ അണ്ടയിൽ ബിരിയാണി ആക്കിയിട്ട് ആൾമാർക്ക് വിളമ്പിട്ട് കൊടുക്കുക മാത്രം മണ്ണിന്റെ ചട്ടിയില് ഡോങ്കി കണ്ട ഉള്ളില് ബിരിയാണി ആക്കുന്ന വെല്ലണ്ട് കിജുരണ്ട് ഇതാക്കിയിട്ട് ആൾമാർ ബർമ്മത്തുവോ ഇതിന് ചെറിയ ചെറിയ മണ്ണിടെ പാത്രാക്കിയിട്ട് മുച്ചിട്ട് കെട്ടിയിട്ട് വെച്ചിട്ട് ഇതാ മണ്ണിടെ പാത്ര ഒക്കെ ഡോങ്കിയാ അല്ലേ. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. ആളുകൾക്ക് നല്ലത് തിന്നാൻ കൊടുക്കണം, മക്കൾക്ക് നല്ലത് തിന്നാൻ കൊടുക്കണം. പെൺമക്കളൊക്കെ ഇന്ന് ചെറിയ ചെറിയ മക്കൾ ചിക്ക, ഓർക്ക് ചിക്ക അല്ലാതെ ഒരു സുഡ്ഗാടും വേണ്ട, ഈ ചിക്കൻ അല്ലാതെ അവർക്കൊന്നും വേണ്ട. ഗർഭപാത്രത്തിന് പോലും രോഗമുണ്ടാക്കാൻ കഴിവുള്ള ഇഞ്ചക്ഷനുകൾ അടിച്ചു വരുന്ന ചിക്കനുകൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം. ആരെങ്കിലും കോഴി കച്ചവടക്കാർ എന്നോട് ആരും സങ്കടപ്പെടരുത്, കുറച്ച് കുറക്കുന്നത് നല്ലതാണ്. യുവതികളായ പെൺകുട്ടികള് ടിക്ക തിന്നുന്നതും അൽഫാവ് തിന്നുന്നതോ അതുപോലെ ഷവർമ്മയും എപ്പോഴെങ്കിലും ഒരിക്കലാകാം, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ആകാം. അതെപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ മെൻസസ് പ്രോബ്ലംസുകൾ, ഒരുപാട് വയറ്റിന്റെ അസ്വസ്ഥതകൾ, മാസക്കുളിയുടെ പ്രശ്നങ്ങൾ, ഗർഭപാത്രത്തിൽ കുഞ്ഞിന് പോലും നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ ഗർഭപാത്രത്തിന്റെ കഴിവ്, അതിന്റെ കപ്പാസിറ്റി കുറയുമെന്നല്ലേ ഉമ്മിനീങ്ങളെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതുമാകട്ടെ ആളുകൾക്ക് നല്ലത് തിന്നാൻ കൊടുക്കണം, നല്ലത് കുടിക്കാൻ കൊടുക്കണം. എന്തെങ്കിലും ബാക്കിയായത് അജുമ്മത്തിൽ നെയ്ച്ചോറുണ്ട്, അതർട്ട നെയ്ച്ചോറുണ്ട്, നിങ്ങ തിന്നറാറാ എപ്പത്തത് കഞ്ഞ് തിങ്ങളാക്കിയിട്ട് ഒഴിഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചത്. ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്. ബിരിയാണി ഉണ്ടാക്കിയപ്പോ, ഫിഷ് കറി ഉണ്ടാക്കിയപ്പോ, ബീഫിന്റെ ചില്ലി ഉണ്ടാക്കിയപ്പോ ചൂടാ വീട്ടു പരിസരത്തുള്ളവരിലേക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഒരൽപ്പം വിശാലത ചെയ്യണമെന്ന്. കറി ഉണ്ടാക്കുമ്പോ വെള്ളം കൂടുതലാക്കിയിട്ട് അയൽവാസികളെ പരിഗണിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അർറജുലു ഫീ ളില്ലി സദഖതിഹി, ആ ഓരോ ആളുകളും നാളെ മഹ്ശറയുടെ മുറ്റത്തെത്തുമ്പോ ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിക്കുമ്പോ ആളുകൾക്കുള്ള തണൽ അർറജുലു ഫീ ളില്ലി സദഖതിഹി. ആ മനുഷ്യനിമിന് ഹിബ്ബാണ്ടങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാ ധാരാളം ഭക്ഷണം കൊടുത്തവർ, ധാരാളം സദഖ ചെയ്തവർ, ധാരാളം സദഖ നന്മകൾ ചെയ്തവർ, അവർ കൊടുത്ത ഭക്ഷണമില്ലേ, അവർ കൊടുത്ത ഡ്രസ്സില്ലേ, അവർ കൊടുത്ത ഫുഡില്ലേ, അവർ കൊടുത്ത പണമില്ലേ, അവർ കൊടുത്ത മാലയില്ലേ, ചൈനില്ലേ, ഇതിന്റെ തണലിലാണ് ഇത് നാളെ മഹ്ശറയിൽ അവർക്ക് തണലായി വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർശിന്റെ തണൽ കിട്ടാൻ, സ്വർഗത്തിൽ പോകാൻ സദഖ കാരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂ ഹുറൈറ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്താണ് ഹദീസ്? ഉംഫിക് യബ്ന ആദം, മനുഷ്യ നീ ധാരാളം ചെലവഴിച്ചോ, ധാരാളം ചെലവഴിച്ചോ, അള്ളാന്റെ വഴിയിൽ ധാരാളം ചെലവഴിച്ചോ. ചെലവഴിച്ചാൽ നിനക്ക് കിട്ടുന്നത്, നിനക്ക് കിട്ടാൻ പോകുന്നത് അംഫിക് യബ്ന ആദം, മനുഷ്യ നീ ധാരാളം ചെലവഴിച്ചോ. അങ്ങനെ ചെലവഴിച്ചാൽ നിനക്ക് അല്ലാഹു ചെലവഴിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെലവഴിക്കുന്നവർക്ക് അല്ലാഹു ചെലവഴിക്കുന്നു. ആരാണോ ചെലവഴിക്കുന്നവർ, ആരാണോ നന്മക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ, അങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ
അല്ലാഹുവേ നീ ചെലവഴിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞതല്ലാതെ റസൂലുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹു നിനക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ധാരാളം ചെലവഴിക്കണം. മാ നഖസത് സദഖത്തും മിമ്മാൽ, ഒരാളും കൊടുത്തിട്ട് കുറഞ്ഞു പോയിട്ടില്ല. ഒരാളും സദഖ ചെയ്തിട്ട് അവരുടെ സമ്പത്തിൽ കുറവ് വന്നിട്ടില്ല, അവരുടെ അനുഗ്രഹത്തിൽ കുറവ് വന്നിട്ടില്ല, അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വന്നിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് വമാ സാദല്ലാഹു ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ. ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തത് കൊണ്ട് ഒരാളും മോശമായിട്ടില്ല. അല്ലാഹു ഇസ്സത്തല്ലാതെ കൊടുത്തിട്ടില്ല. വിട്ടുവീഴ്ച ചെയ്യുക, പുറത്തു കൊടുക്കുക, മാപ്പ് ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ അല്ലാഹു അവന്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ചോദിക്കുകയാ, അല്ല സ്വഹാബ, നിങ്ങൾക്ക് അബൂ ലംലമിനെ പോലെ ആയിക്കൂടെ? അബൂ ലംലമിനെ പോലെ നിങ്ങൾക്കാവാൻ പറ്റൂലേ? സ്വഹാബത്ത് ചോദിക്കുകയായ റസൂലല്ലാഹ്, ആരാണ് അബൂ ലംലം? ആരാണ്? അള്ളാന്റെ റസൂല് പറഞ്ഞു, അബൂ ലംലം കഴിഞ്ഞ കാലഘട്ടത്ത് ജീവിച്ചു പോയൊരു മഹാനാണ്. ഈ അബൂ ലംലം രാവിലെ വന്ന് പർവ്വതത്തിന്റെ മുകളിൽ കയറി, കല്ലിൻ മുകളിൽ കയറി നാട്ടുകാരോട് വിളിച്ചു പറയുകയാ, എന്റെ അഭിമാനം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാ. എന്നെ എന്തും പറയാം, എന്നെ കുറ്റം പറയാം, എന്നെ ഗീബത്ത് പറയാം, ചാടി പറയാം, ഫസാദ് പറയാം, എല്ലാം ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആളാണ് അബൂ ലംലം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിട്ടുവീഴ്ച പൊരുത്തപ്പെട്ടു കൊടുക്കുക, എല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കുക. ചെറിയ ചെറിയ കടമൊക്കെ ബാക്കിയുള്ളത് പൊരുത്തപ്പെട്ടു കൊടുക്കുക, സാരല്ല, മാപ്പാക്കി കൊടുക്കുക. അല്ലേ കടം, ചില ആള് കടം വാങ്ങുന്നതന്നെ നിയത്താക്കിയിട്ടേ വാങ്ങുന്നത്. എങ്ങനെ കൊടുക്കാനില്ല എന്ന് നിയത്താക്കിയിട്ട് വാങ്ങുന്നത് ചില ആളുകളിൽ. കടം കൊടുക്കൽ നല്ലതാണ്, പുണ്യമാണ്. 1 ലക്ഷം റുപ്യ കടം കൊടുത്ത 50,000 റുപ്യ സദഖ കൊടുത്ത കൂലിയുണ്ട്. നല്ല, പക്ഷെ കുറച്ച് ജാഗ്രത ആക്കിയിട്ട് കൊടുക്കും, പൊരുത്തപ്പെട്ടിട്ടേ കൊടുക്കുന്നത് നല്ല. തിരിച്ച് കേക്കാൻ പോകുമ്പോ സിംഹം പോലെ തിന്നം തണ്ട് റായ വിട്ടിരുമ്പോ നിന്റെ 50,000 വിഷയമല്ല. ഇപ്പൊ അരഗണ്ടൽ വേണമെങ്കിൽ തണ്ട് അരഗണ്ടൽ ഒന്നാലാക്കി തരുന്നില്ല. നിന്റെ 50,000 നക്കവിടെ 5 ലാക്കുണ്ട്, ഓണോ 5 ലാക്കുണ്ട്, അവിടെ ഇൻവെസ്റ്റ് ഉണ്ട്, ഷെയർ മാർക്കറ്റ് ഉണ്ട്. നിന്റെ 50,000 നീ പോണ്ടല്ലോ, ഇത്രയല്ലേ ഉണ്ട്. 50,000 കൊടുത്തെങ്കിൽ ഇല്ല, എന്തില്ല, സീറോ അല്ലെ, സീറോ ട്രാഫിക് എന്നല്ലേ പോലെ എല്ലാവരും ഇങ്ങനെ സീറോയിൽ ഓടിക്കൊണ്ടുള്ള റൗണ്ട് അടിച്ചോണ്ടുള്ള സീറോയിൽ എന്തില്ല, ആരെങ്കിലും ഇല്ല. ജാഗ്രത ആക്കി കടല കേട്ടെങ്കിൽ കുറച്ച് ജാഗ്രത, ബംഗാറെല്ലാം കേട്ടെങ്കിൽ പെണ്ണിಗೆ തെല്ല് ജാഗ്രത ആക്കി കൊടുത്തെങ്കിൽ കട കൊടുക്കുമ്പോ 1 ഗ്രാമേ കൊടുത്തെങ്കിൽ പോയെങ്കിൽ 1000 റുപ്യ ಬೇರೆ കിട്ടും. ബംഗാറ് കൊടുത്തിട്ട് റിട്ടേൺ ബാങ്കിൽ വെച്ചിട്ട് 4 ടണ്ണറാക്കി കിട്ടിയും കിട്ടി പോയെങ്കിൽ പോയി. പണ്ടത്തെ പോലല്ല കട എടുക്കുന്നത്. ഇപ്പൊ നന്റെ പെഞ്ഞേക്കൊരു മംഗലത്ത് പോണ്ട് ഫാമിലി ഒർക്കത്ത് ബംഗാർ തണ്ടര എന്തിനെ കൊണ്ടിട്ട് ബാങ്കിൽ വെച്ചിട്ട് ടണ്ണറാക്കുന്നത് 14 തണ്ട. അതൊരു ബിരുദുണ്ട്, ബിരുദായാലും പിന്നെ തന്നെ ഏത് ബിരുദ്? ഇത് ബാങ്കിലുണ്ട് ബംഗാർ. ജാഗ്രത ആക്കി പെണ്ണിങ്ങനെ കൊടുക്കും, 1 ഗ്രാമേ കൊടുക്കും. ബംഗാർ തണ്ടല്ലേ വേറെ പ്രശ്നം എന്തില്ല, ഇല്ല തണ്ടല്ല, ഇല്ലാന്ന് പറയണ്ട, ഉണ്ടായിട്ട് ഇല്ലെങ്കിൽ ലോക്കറിൽ കൊണ്ടിട്ട് വെക്കും, പ്രശ്നമല്ല. ഇല്ലെങ്കിൽ മദ്രസല്ല ആയിക്കോണ്ട് ചെറിയ ചെറിയ ഐറ്റം സദക്ക കൊടുക്കും, എന്ത് പ്രശ്നമില്ല, ഒരു പ്രോബ്ലം ഇല്ല. ഒരു പെണ്ണ് ഉസ്താദ്മാർ വയലിലെല്ലാം കേട്ട് ഓരോ പരക്കാർ എന്തെങ്കിലും പൊന്നിന്റെ ഓരോരു പൂള് തരണം എന്നൊരു ഉസ്താദ് പറഞ്ഞു. മദ്രസ കെട്ടുമ്പോ നാട്ടിൽ ഓരോരു പൂള് എന്തെങ്കിലും ഇന്നത്. അങ്ങനെ ഒരു ഔത്ത് പോയപ്പോ ഒരു അയിമ 1000 റുപ്യ കൊടുത്തിട്ട് ഉസ്താദ് നമുക്ക് ബംഗാർ തുറക്കുമ്പോ ആയിരുന്ന ആശയമുണ്ട്. എന്താണ് ചാര കടിച്ചെങ്കിൽ തോത്തു, എന്തെങ്കിലും പാമ്പ് കടിച്ചെങ്ക ബംഗാർ തോത്തുന്ന ചാര കടിച്ചെങ്ക പാമ്പ് കടിച്ചെങ്ക വെള്ള അടിച്ചെങ്ക പഠിച്ചവനിവിടെ വെള്ള പാമ്പ് ചാര ഇല്ല ഉണ്ടല്ലേ? വെള്ളം കടിച്ചെങ്കിൽ
വെള്ള കടിച്ചിട്ടില്ല കൊടുത്തവർക്ക് ഭാര്യ നല്ല മനുഷ്യന്മാർ നിങ്ങൾ അള്ളാഹു ബർക്കത്താക്കട്ടെ. വെള്ളയും കടിക്കണ്ട പാമ്പും കടിക്കണ്ട, അള്ളാഹു സലാമത്താക്കട്ടെ. പാമ്പ് പണ്ടത്തോർ പറയില്ല വെള്ള കടിച്ചത്തേക്കുന്ന ബംഗാർ. അതിന്റെ സമയത്ത് ഒരു പുളില്ല ഉസ്താദ് ഉണ്ടായെങ്കിൽ തട്ടേക്ക് ഭാര്യ നല്ല ആശയുണ്ട്. എല്ലാവരും തന്നിന് ചെല്ലുമ്പോൾ എനിക്ക് ബേജാറാന്ന് പഠിച്ചോന്റെ കളി നോക്കും. 2 മാസം കഴിയുമ്പോ ഈ പെണ്ണിങ്ങ ഉസ്താദിന് ജമാഅത്തുകാർ ഒരു കത്ത്, 4 പൗണ്ട് മാല മിസ്സായി ഉസ്താദ് നേർച്ച വെച്ചിര പള്ളിക്ക് കിട്ടിങ് അതിരെ ഒരു പൂള് അതിന്റെ മണിയാ കായ് തായ അതിൽ കായ് പള്ളി കൊടുക്കും നേർച്ചയാക്കി എന്തിന് പള്ളി മദ്രസക്ക് ഒരു പൂള് ആ കായ അന്നേ കൊടുത്തിരെങ്കിൽ മാല പൂളലാന്ന് അന്ന് ചൊല്ലി എന്തില്ല ഉസ്താദ് വെള്ള കടിച്ചങ്ങ് തേക്കോകില്ല, നിങ്ങൾ 1000 രൂപ പിടിക്കറൂ. പിന്നെ 4 പൗണ്ട മാല എവിടുന്ന് വന്നത് ഇങ്ങനത്തെ ഡോഗ് ഇല്ലാനെ ഉസ്താദ്മാരാ ലാജർ എങ്ങനെ ഉണ്ട് എന്തുസ്താദ് എന്ത് പ്രയോജനമില്ല. ഈ വർഷം എന്ത് പ്രയോജനമില്ല ഉസ്താദ്. പെരുന്നാൾ കഴിഞ്ഞ വർഷം തൊന്തരില്ല, ഈ വർഷം എന്തില്ല ആരുടെ എന്തില്ല ഉസ്താദ്, പൈസ എന്തില്ല എന്തില്ല. ഇത് എപ്പോഴൊരേ പാട്ട് കേട്ട് കേട്ട് ആദത്തായി. പള്ളിയിൽ നിൽക്കുമ്പോ ഇവിടെ നല്ല മനസ്സന്മാർ വലിയ പള്ളി അള്ളാഹു ബർക്കത്താകട്ടെ. വലിയ മദ്രസ അള്ളാഹു നമ്മളെ കത്തി ഉസ്താദ് നമ്മളെ പരിചയക്കാനും അള്ളാഹുവിന് ഇവിടെ വന്നിട്ട് നമ്മളാണ് ഉസ്താദ് ഇടലെന്നാണ്. അള്ളാഹുവിന് ബർക്കത്താക്കണേ റഹ്മാനെ. പള്ളിയിൽ നിൽക്കാൻ വേണ്ടി പോയിട്ട് നോക്കുമ്പോ ബെറുഭാവത്തങ്ങ് ജമാഅത്തങ്ങ് എന്ത് എത്ര ഭാവം ഉസ്താദന്മാരുടെ ചെല്ലുന്നോണ്ട് ഇവിടെ എന്തില്ല ഉസ്താദ് എല്ലാവരും ബീഡി കെട്ടി ഇവിടെ വേറെ ഇവിടുന്ന് പള്ളി മാത്രമില്ല കിട്ടുന്നോക്കണ്ട ഇവിടെ ആറ്റെങ്കിൽ എന്ത് ആപതില്ല ഉസ്താദ്. നിങ്ങൾക്ക് എല്ലാം ചേഷ്ടാക്കൂ. നിങ്ങൾ നിന്റെ ഒരു 6 തിങ്കളായാലും നിങ്ങൾക്ക് വേണേ പിന്നെ ശമ്പളം കൂട്ടാം, പിന്നെ വേണേ കൂട്ടാം. ഇപ്പൊ എന്തില്ല ഭാര്യ കഷ്ടത്തിൽ 4 പോണ്ടമേ ഭാര്യ കഷ്ടത്തിൽ എന്നെ നോക്ക. നിങ്ങൾ നിക്കറു നോക്ക ഉസ്താദ്. നിങ്ങൾ നങ്ങുണ്ടല്ലോ എന്ത് പേടിക്കുന്നു നിങ്ങൾ നിക്കറു. ഇവിടെ നിന്റെ ഉസ്താദന്മാർ 6 സ്വത്തുക്കള അല്ല 6 സ്വത്തുക്കള ഇല്ലമ്മ ഇവിടെ ഇവിടെ നിന്റെ 6 സ്വത്തുക്കള ഉടുത്തറല്ല എല്ലാരും മാമൂല് എല്ലാരും മാറ്റർ ഇത്. ഇവിടെ വന്ന ഉസ്താദ്മാർ അവ കെട്ടാണ്ട് പോയിട്ടില്ല. ഇവിടെ വന്ന ഉസ്താദ്മാർ കാർ എടുക്കാണ്ട് പോയിട്ടില്ല. ഇവിടെ വന്ന ഉസ്താദ് ബൈക്ക് എടുക്കാണ്ട് പോയിട്ടില്ല. ഇവിടെ വന്ന എല്ലാവരും പെൺമക്കൾ ബാൽവാട്ടിട്ടേ പോയിരുന്നു. അയാളെ ചോര കാറിയില്ലേ പെൺമക്കളെ ബാൽവാട്ടാൻ ചെല്ലെല്ലാരും ഒരേ മാറ്റർ ഉസ്താദ്. ഇവിടെ നിന്റെ കൂടെ പള്ളി ബർക്കത്തുള്ള പള്ളി നിങ്ങൾ നിക്കറു നോക്ക. നിങ്ങൾ നിക്കറു എന്താ തൊന്നരില്ല. നിന്റെ കൊടുക്കുന്നവരെന്ത് റബ്ബിൽ ഒരു ഗിഫ്റ്റ് ഉസ്താദന്മാർക്ക് മുഅല്ലിമീങ്ങൾക്ക് ഖത്തീബ് ഉസ്താദിനെ മുക്കരിക്ക ഉസ്താദിനെ കുറച്ചൊരു പരിഗണിക്കുന്നു. മുഅല്ലിമീങ്ങൾ ആർക്കും വേണ്ടാത്ത പോലെ ഇസ്സത്ത് കെടുത്തുന്ന അള്ളാഹു ആ ഇസ്സത്ത് കെടുത്തിയോന്റെ ഇസ്സത്ത് അള്ളാഹു കൊടുത്തു. മുഅല്ലിമീങ്ങൾ ബഹുമാനിക്കും. റബ്ബിൽ 500 രൂപന്റെ പ്ലേറ്റിന്റെ സെറ്റിന്റെ ബെല്ല കവറാക്കിയിട്ട് പ്രസിഡന്റ് സെക്രട്ടറി എൻഗമൻസ് പ്രസിഡന്റ് ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി 10 ഫോണഞ്ചാൾ ഉദ്ദാക്കിയിട്ട് ഉസ്താദിന് കൊടുക്കുന്നു. എത്ര വാത്സൽ 400 രൂപന്റെ പ്ലേറ്റിന്റെ സെറ്റ്. ഇത് കൊടുക്കി 400 രൂപന്റെ കൊടുക്കണ്ടെന്നല്ല റൂമിൽ കൊണ്ടിട്ട് വെക്കൂ. ഇത് സ്റ്റേജിൽ വെച്ചിട്ട് ആയിട്ടില്ല നിക്ക് ഉസ്താദ് പിടിക്കൂ 10 ആള് ഈ അരക്കിലത്തിന്റെ കെട്ട് പിടിക്കുന്ന 10 ആള് ഉസ്താദ് പാപ്പ ഇത്ര കഷ്ടം വന്നിട്ട് കെട്ട് പിന്നെന്താക്കുന്ന മണ്ണ് തിന്നിട്ട് ഫോട്ടോ ചിലപ്പോൾ ചെന്നുണ്ടാവും. ചില ആളല്ല എല്ലാരല്ല നല്ല ഉസ്താദ്മാർ പറയല്ല. ചില കൊടുക്കണ്ട കൊടുക്കണ്ട ഗതിയില്ലേ കൊടുക്കണ്ട. നിങ്ങളുടെ എല്ലാവരും ലൈവെല്ലാം ഉണ്ട് എല്ലാവരും ബേജാറാക്കി അങ്ങനെ കൊടുക്കാൻ പാടില്ല. റമളാൻ മാസത്തിൽ കിട്ട് റമളാൻ വരാൻ പോകുന്നു 10 കിലത്തിന്റെ അരി 10 ആള് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന കിട്ട് കൊടുക്കുന്നു. കിട്ട് വിത്തരണേ അരി 4 ചാക്ക് അരിന്റെ മുന്നിൽ 40 ആൾ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. എല്ലാരും അപ്പുറപ്പ പിന്നെ നണ്ടൊരു ഫോട്ടോ എടുക്കുന്നൊക്കെ സുറുത്തെ വന്നിട്ട് സിംഗിൾ ആയിട്ട് ഓൻ കൊടുത്ത പോലെ വാട്സാപ്പിൽ 10 കിലോ അരിനെ പിടിക്കാൻ 10 ആള് 10 കിലോ അരി കിട്ട് കൊടുക്കും. പാവപ്പെട്ടവന്റെ കണ്ണുനീരാണ്, പാവപ്പെട്ടവന്റെ ശാപമാണ്. പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് ഈ കൊടുക്കുന്നതിനേക്കാളും നല്ല കൊടുക്കാതിരിക്കലാണ്. കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തോ പ്രശ്നമില്ല. അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് റൂമിൽ വെച്ച് കൊടുത്തത് ഉസ്താദെ നിങ്ങൾക്കുള്ള 400 രൂപയുടെ ഗിഫ്റ്റ് അത് അവിടെ ഉണ്ടോ? ഈ കൊണ്ടുവരുന്ന ബോക്സിന്റെ റേറ്റ് ഉജ്ജുന്ന് ഉസ്താദ്മാർക്ക് പോളം 100 നെട്ടിലടിച്ച് നോക്കുന്നു ഈ പ്ലേറ്റ് സെറ്റ് എത്ര ഉണ്ടോ. അല്ലാഹുവേ നീ ബോധം നൽകണേ അല്ലാ. നല്ലത് കൊടുക്കാനും നല്ലത് ചെയ്യാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. പിന്നെ റസൂലുള്ള പറയുന്നു ദാവോ നിങ്ങൾ ചികിത്സിക്കണം നിങ്ങളുടെ രോഗത്തിന് ബിസ്സദഖാ. സദഖ കൊണ്ട് നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങളെ രോഗത്തിന് പരിഹാരമുണ്ടാകാൻ, രോഗത്തിന് മരുന്നുണ്ടാകാൻ, രോഗത്തിന് ആശ്വാസമുണ്ടാകാൻ നിങ്ങൾ ചികിത്സിക്കേണ്ടത് സദഖ കൊണ്ടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങൾ ചികിത്സിക്കേണ്ടത് സദഖ കൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖകൾ നിങ്ങളുടെ ദോഷങ്ങളെ പൊറുപ്പിക്കുന്നു. എങ്ങനെ? കമായുത്ഫിഉൽ മാ, വെള്ളം കെടുത്തുന്ന പോലെ, അന്നാറ, തീന വെള്ളം കെടുത്തുന്ന പോലെ നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മായിച്ച് കളയുന്നു, നശിപ്പിച്ച് കളയുന്നു സദഖ എന്നുള്ളതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സദഖ ചെയ്യാൻ വേണ്ടിയിട്ട്, ധാരാളം നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, ധാരാളം കൊടുക്കാൻ വേണ്ടിയിട്ട്, കൊടുക്കുന്നതിന് ഒരുപാട് നന്മകളുണ്ട്. ആയിഷ ഉമ്മ നോമ്പ് തുറക്കാൻ വേണ്ടി വെച്ച കാരക്ക, നോമ്പ് തുറക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ച ഈത്തപ്പഴം വന്ന യാചകർക്ക് കൊടുത്ത് വെറും വെള്ളം കുടിച്ചിട്ട് പിന്നെയും നോമ്പ് നോക്കിയില്ലേ? നോമ്പ് തുറക്കാൻ വേണ്ടി പ്രവാചക പ്രഭു കൊണ്ടുവന്ന കാരക്ക ഇതുപോലെ ഫാത്തിമ ഉമ്മ 3 ദിവസങ്ങളോളം 3 ദിവസവും കൊടുത്തില്ലേ? സദഖ ചെയ്തില്ലേ? ബാക്കിയുള്ളവരുടെ സന്തോഷമാണ്, അതാണ് എന്റെ സന്തോഷം എന്ന് പറഞ്ഞ് പട്ടിണിയിരുന്നിട്ട് ഫാത്തിമ ഉമ്മ കൊടുത്തില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചവർക്ക് ഉടുത്ത തുണി പോലും മാറ്റിക്കൊടുത്തില്ലേ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം കൊടുത്ത് കീറിയ ഒരു കരിമ്പിടമല്ലേ അവസാനം ഉടുത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വരുമ്പോ കീറിയ കരിമ്പിടം പതിച്ചു കൊണ്ടുവരുമ്പോ റസൂലുള്ള ചോദിക്കുകയാ, അല്ല ജിബ്രീല്, എന്തേ കീറിയ വസ്ത്രമാണോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, നബിയേ, കീറിയ കരിമ്പിടം പുതച്ചത് കൊണ്ട് ആകാശലോകത്ത് സകല മലക്കുകളോ കീറിയ കരിമ്പിടം പുതച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മലക്കുകളോ കീറിയ കരിമ്പിടം പുതച്ചു നബിയേ. ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതുപോലെ അറിയാമല്ലോ, കേട്ട് കാണുമല്ലോ, എല്ലാവരും ഗോതമ്പ് എടുത്തു വെച്ചു. ഗോതമ്പ് നല്ലായിരുന്നു. ഗോതമ്പ് ഗോദീന രണ്ടും പറയുന്നത് എല്ലാം നടക്കുന്നുണ്ട് അല്ലേ? എല്ലാം എല്ലാം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഗോതമ്പ്, ഗോധി എല്ലാവരും എടുത്തു വെച്ചു. കൊടുത്തില്ല, ആ സീസണിന് കൊടുക്കാം. നീരുള്ളി എടുത്തു വെച്ച പോലെ അല്ലെ? നീരുള്ളിക്ക് വേണ്ടി മനുഷ്യനങ്ങാണ് ഇടങ്ങേറാക്കിയില്ലേ? ചെറുപ്പക്കാർ ട്രോൾ എന്തൊക്കെ അടിച്ചില്ലേ? ഗിഫ്റ്റ് കൊണ്ടുപോയിട്ട് നീരുള്ളി കൊടുക്കല്, കല്യാണ എൻഗേജ്മെന്റിന് നീരുള്ളിന്റെ മാല, കല്യാണത്തിന് നീരുള്ളി മഹർ, ഇതൊക്കെ ആക്കിയിട്ട് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാരക രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് ഉള്ളി. ചെറിയുള്ളിക്ക് എന്താ പറയലേ? ചെറിയുള്ളി, നീരുള്ളി ചെറുതില്ലേ? പഠിച്ചോനെ, ചെറിയ നീരുള്ളില്ലേ? ചെറിയ സൈസ് ചെറുതല്ല, ചെറിയ ഒറിജിനൽ, അത് ചെറുതന്നെ. ചെറിയ സൈസിന്റെ നീരുള്ളി അല്ല, കാരം കൂടുതലുള്ളത്. അതാണ് ശരിക്കുള്ള ഒരുപാട് ഷിഫ ഉള്ള ഒന്നാണ് ഈ നീരുള്ളി. ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പുതിയതായിട്ട് പോകുന്ന, ഉംറക്കൊക്കെ പോകുന്ന ആൾ അവിടെ എത്തിയിട്ട് ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആകുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ ആദ്യം എത്തിയ പാട് ലീലാഫി ഖുറൈശിയും ഒരു നീരുള്ളിയും പരിഹാരമാണ്. ഇനിപ്പാരങ്ങ് ചൈനക്കല്ല പോകുന്ന 2 നീരുള്ളി എല്ലാം പിടിച്ചോളി അല്ലേ? ചൈന അങ്ങനെയാണ്. ഏത് നാട്ടിലേക്ക്, പുതിയ നാട്ടിലേക്കൊക്കെ പോവാണെങ്കിൽ, ബാംഗ്ലൂർ പോവാണ്, മൈസൂർ പോവാണ്, ഗോവയിലേക്ക് പോവാണ്, എവിടെ പോയി എത്തിയ പാടെ നീരുള്ളി ലീലാഫി ഖുറൈശി നോദിയിട്ട് നീരുള്ളി, അതായത് വലിയ ഉള്ളി, അത് സവാള, നീരുള്ളിയാകുന്ന ചെറിയ ഉള്ളി, അതാണ് ഏറ്റവും നല്ലത്. അത് കിട്ടിയില്ലെങ്കിൽ വലിയ നീരുള്ളിയാകും, പ്രശ്നമൊന്നുമില്ല. ഏറ്റവും നല്ലത് ചെറുതാ. അതും കൂടി തിന്നാൽ യാതൊരുവിധ ക്ലൈമറ്റുകളുടെ ചേഞ്ച് ആയത് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അത് തടുക്കുന്നതാണ്. ലീലാഫി ഓതുക,
ഭക്ഷണ സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും തടുക്കാൻ. ഭക്ഷണം കഴിച്ച് ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഓതി ദുആ ചെയ്താൽ ഫുഡ് പോയ്സൺ ചില ഫംഗ്ഷനൊക്കെ ഈ പെണ്ണുങ്ങളെല്ലാം യൂട്യൂബ് നോക്കി ഉണ്ടാക്കുന്നല്ലേ. ഇതൊക്കെ തിന്നുമ്പോൾ ഈലാഫിയൊക്കെ ഓതുന്നത് നല്ലതാണ്. കാരണം ഇല്ലെങ്കിൽ പോയ പോക്ക് കാണൂല. ചിലപ്പോ 2 ദിവസക്കാലം പോയിട്ട് കിടക്കേണ്ടി വരും. കാരണം ഈ യൂട്യൂബിൽ നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞത് എന്തെങ്കിലും കലക്കിയിട്ടിട്ട് എന്തെങ്കിലും ജട്ട് ചെയ്ത് കേക്ക് എന്ന് പറഞ്ഞിട്ട് അതല്ല മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് അല്ലേ. ഒരാൾ റമളാൻ മാസത്തിൽ ഒരു കടലാസ് പൂൾ എടുത്തോണ്ട് ടൗണിൽ അപ്പറവായിരുന്നു. ഞാൻ അയാളോട് കേട്ട പള്ളി പണ്ട നോമ്പ് തുറക്കാൻ ടൈമായി ക്ലാസ് കഴിഞ്ഞ് പോന്നെ. അപ്പൊ ഇല്ലുസ്താദ് എന്തൊരു കൊന്തില്ലുസ്താദ് ഒരു എഴുതി തന്നല്ലോ ഇത് എവിടെ പോയ കിട്ടില്ല. ഞാൻ കിട്ടി എവിടെ കിട്ടാൻ മറന്ന മെഡിക്കൽ അല്ല ഉസ്താദ് ഇത് എന്തൊരു സാമാണ് ജീൻസിനെ ഇല്ല ജീൻസിനെ എവിടെ ഇല്ല. ഞാൻ ചെല്ലി എന്തെങ്കിലും ഒരു പൊടി എടുത്തോണ്ട് പോറ് ഏത് അവള് കൊണ്ടുണ്ട് ഇത് എവിടെ എഴുതിരട്ടെ അത് യൂട്യൂബ് നോക്കിട്ട് എഴുതി തന്നൊരു ഉസ്താദ് അവളു ഈ പാപ്പ മെൻസ പെങ്കൂസ ഓ കട്ലാസ് എടുത്തോണ്ട് അപ്പറ പോന്നെ. ഞാനങ്ങല്ല പെപ്പർ പൊടിയാ എന്തെങ്കിലും എടുത്തോണ്ട് പൊട്ടി പോ ഇല്ലത് കിട്ടില്ല എന്താക്കുന്നേ ഇന്നല്ലേ കൊടുക്കുന്നത് ഇല്ല ഉള്ളത് കൊടുക്കുന്നത്. അത് ഇട്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം ആവാതിരിക്കുക ഏതെങ്കിലും ഒരു ഐറ്റം ആവും സെറ്റാകുമ്പോ ഏതുവാകട്ടെ. അങ്ങനെയല്ല നമ്മൾ ഏത് ഭക്ഷണത്തിന് പോയിസൺ ഫുഡ് പോയിസൺ ഏതും മേശാതിരിക്കാൻ വേണ്ടിയിട്ട് ഈലാഫി ഖുറൈശിയും ഒരു നീറുള്ളി ഭക്ഷണത്തിന്റെ കൂടെ പച്ച ഉള്ളി തിന്നുന്നത് അള്ളാന്റെ റസൂലിന് ഇഷ്ടമല്ല. നബി തങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിച്ചു. നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഭക്ഷണത്തിന്റെ മുകളിൽ പച്ച ഉള്ളി മുറിച്ചിട്ടപ്പോ റസൂലുള്ള തിന്നില്ല. ആ പാവപ്പെട്ട വീട്ടുകാരിയായ ഉമ്മ ചോദിച്ചു, നബിയേ എന്തേ ഇത്ര കുറച്ച് ഭക്ഷണം? അള്ളാന്റെ റസൂല് പറഞ്ഞു, അതിൽ നിന്ന് ഉള്ളി മാറ്റിയെടുക്കണം എന്നാ തിന്ന. അങ്ങനെ ഉള്ളിയുടെ ഭക്ഷണം ഉണ്ടാക്കി. കാരണം ഉള്ളിയുടെ സ്മെല്ല് ജിബ്രീലിന് ഇഷ്ടമല്ല, മലക്കുകൾക്ക് ഇഷ്ടമല്ല. വായുടെ വാസന ഉണ്ടെങ്കിൽ മലക്കുകൾ അടുത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കുറച്ചതെന്ന് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞത് ഭക്ഷണത്തെ കാണും മുമ്പ് ഒരു നാട്ടിലേക്ക് എത്തിയ പാടാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. ഫ്രൂട്ട്സ് ഒക്കെ തിന്നുമ്പോ ഭക്ഷണത്തിന് മുമ്പ് തിന്നുക. പച്ചങ്കായും കാര്യങ്ങളും ആപ്പിളും മുസമ്പിയും ദ്രാക്ഷയൊക്കെ തിന്നുകയാണെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ്. പിന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതാണ് പിന്നെ ഭക്ഷണം കഴിച്ച് പിന്നെയും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയാണ് വെള്ളം കുടിക്കേണ്ടത്. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ആരോഗ്യം നൽകണേ അല്ലാ, തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. ഗോതമ്പ് ഒളിപ്പിച്ചു വെച്ചെല്ലാരും സീസൺ വരട്ടെ സീസൺ. പക്ഷേ ഒരു മഹാനുഭാവൻ മാത്രം ഉള്ളത്തര ഗോതമ്പ് നാട്ടുകാർക്ക് വിതരണം ചെയ്തു. എല്ലാവരും എടുത്തു വെച്ചു സീസൺ വരുമ്പോ കൊടുക്കാന്ന് കരുതിയിട്ട്. പക്ഷേ ഒരു അല്ലാഹുവിനെ ഭയമുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യൻ മാത്രം ഗോതമ്പുകളെല്ലാം വിതരണം ചെയ്തു ചെറിയ പൈസക്ക്. പാവപ്പെട്ടവർക്ക് ഫ്രീ ആയി കൊടുത്തു. ഗോതമ്പ് തീർത്ത് കളഞ്ഞു. ആ ചാക്ക് മാത്രം അവിടെയുണ്ട്. മാസങ്ങൾ കഴിഞ്ഞു നോക്കുമ്പോ എല്ലാവരുടെയും ഗോതമ്പ് കുത്തം വീണ് നശിച്ചുപോയി. എല്ലാവരുടെയും ഗോതമ്പ് ഹലാക്കായി. എല്ലാവരുടെയും ഗോതങ്ങൾ നശിച്ചുപോയി. പക്ഷേ ആർക്കും ഗോതമ്പില്ലാത്തപ്പോ ഗോതമ്പ് കൊടുത്ത മഹാനുഭാവന്റെ ചാക്കുകളിൽ അല്ലാഹു തആല നാണയങ്ങളാ നിറച്ചു വെച്ചത്, കോയിൻസുകളാണ് നിറച്ചു വെച്ചത്. പാവപ്പെട്ടവർ വിശന്നിരിക്കുമ്പോ ഗോതമ്പുകൾ അടിച്ചു കൊടുത്ത മഹാനുഭാവന്റെ അവന്റെ ചാക്കിൽ അവന്റെ ബാഗിൽ പടച്ചറബ് താല അല്ലാഹു തആല കൊടുത്തത് എന്താണെന്നറിയോ? ഒരുപാട് കോയിൻസുകളാണ്, ഒരുപാട് നന്മകളാണ്. അല്ലാഹു തആല റബ്ബ് തആല അല്ലാഹു തആലയല്ലേ കൊടുക്കുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണമല്ലാഹ്. മിനിങ്ങളെ അങ്ങനെ എത്രയെത്ര സംഭവമാണ്. ആ മുസ്ലിമായ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഒരു മുസ്ലിമായ യാചകൻ പോകുന്നു. കൈനീട്ടിയിട്ട് പോവുകയാണ്.
കൈനീട്ടി പോയിട്ട് മുഹറം മാസത്തിൽ കൈനീട്ടിയിട്ട് അവിടെ പോയി കൈകൾ നീട്ടിയിട്ടൊന്നും കൊടുത്തില്ല. അയാള് പറഞ്ഞു, അല്ല സഹോദരാ, ഖാലിയാണ്, ആലിമാണ്, മുതലാളിയാണ്, വലിയ പണക്കാരനാണ്, ഇക്കൊനൊക്കെ ആയിട്ടും അയാള് കൊടുത്തില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, മുഹറം 10 നാളാണ്, ഈ നാളിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, എന്തെങ്കിലും തരാവോ? കൊടുത്തില്ല, ഖാലിയാർ കൊടുത്തില്ല. നേരെ അടുത്തുള്ള വീട്ടിലേക്ക് കയറിയ മനുഷ്യൻ ക്രിസ്ത്യാനിയായ മനുഷ്യനോട് പറഞ്ഞു, മുഹറം 10 ദിവസം മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, എന്തെങ്കിലും തരുമോ? എന്റെ കാത് കടിക്കുന്ന ഇപ്പറയുന്നു കാത് കൈവച്ച് ഞാൻ സൈഡിലേക്ക് ഖാലിയാറോട് പോയി കിട്ടാത്ത ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് പോയി ക്രിസ്ത്യാനിയോട് പറഞ്ഞു, മുഹറം 10 ബറക്കത്ത് മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, എനിക്കെന്തെങ്കിലും തരണം. അദ്ദേഹം മുസ്ലിമിനോട് ആ ക്രിസ്ത്യാനി ചോദിച്ചു, എന്താണ് മുഹറം 10? എല്ലാം വിശദീകരിച്ചു കൊടുത്തപ്പോ ഒരു നല്ല എമൗണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. കഴിഞ്ഞില്ല. രാത്രി കടന്നുറങ്ങി ഖാലിയാർക്ക് സ്വപ്നം കാണുന്നു. എന്ത് സ്വപ്നമാണെന്നറിയോ? അള്ളാന്റെ റസൂലിനെ കാണുന്നുണ്ട്, കൊട്ടാരം കാണുന്നുണ്ട്, സലാം പറയുന്നു. റസൂലുള്ള സലാം മടക്കിയില്ല. 3 ദിവസക്കാലം ഈ നല്ല മനുഷ്യന്റെ സലാം റസൂലുള്ള മടക്കിയില്ല. 3-ാമത്തെ ദിവസം റസൂലുള്ള പറയുന്നു, സഹോദരാ, ഇത് നിനക്കുള്ള കൊട്ടാരമായിരുന്നു. നിന്റെ വീട്ടിലേക്ക് കൈനീട്ടി വന്ന യാചകനെ തിരിച്ചയച്ചുവല്ലോ. ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങളുടെ അയൽവാസിയായ ക്രിസ്ത്യാനിയായ മനുഷ്യനിക്ക് അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഖാലിക്ക് സങ്കടം വന്നുപോയി. സ്വർഗീയ കൊട്ടാരമല്ലേ നഷ്ടപ്പെട്ടു പോയത്? ഖാലിയാർ നേരെ ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് പോയി. ക്രിസ്ത്യാനിയോട് ചോദിച്ചു, അല്ല സഹോദരാ, നിനക്ക് ഞാൻ എന്തെങ്കിലും നീ ചോദിച്ചത് തരാം. എന്റെ വീട് തരാം, എന്റെ തോട്ടം തരാം, എന്റെ കൃഷി തരാം, എന്റെ എല്ലാം തരാം. പക്ഷേ ഒന്ന്, നിങ്ങൾ ചെയ്ത ഇവിടെ 3-4 ദിവസം മുമ്പ് വന്ന യാചകനായ മനുഷ്യനിക്ക് നിങ്ങൾ കൊടുത്ത സദഖ, അതിന്റെ കൂലി എനിക്ക് തരാമോ? അത് തന്നാൽ എന്റെ വീട് തരാം, എന്റെ തോട്ടം തരാം, നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരാം. ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഖാലിയോട് പറഞ്ഞു, അല്ല ഖാലി, ചതി വേണ്ട, ചതിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ കണ്ട പോലെ ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട്, ഞാനും റസൂലുള്ളാനെ കണ്ടിട്ടുണ്ട്. ഞാനിന്ന് ക്രിസ്ത്യാനിയല്ല, ഞാൻ മുസ്ലിമാണ്. എന്നോട് റസൂലുള്ള പറഞ്ഞു, ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങൾ കാണുന്നു. കാലി കൊടുത്തിരുന്നെങ്കിൽ കാലി കൊടുക്കാത്തവർക്ക് നിങ്ങളല്ലേ കൊടുത്തത്. അതുകൊണ്ട് ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങളുടേതാ. ഷഹാദത്ത് ചൊല്ലി ഞാൻ മുസ്ലിമായിട്ടുണ്ട്. ഖാലിയാറെ, എന്നെ ചതിക്കാൻ വന്നതാണോ? സാധ്യമല്ല, ചതിക്കാൻ സാധ്യമല്ല. ഇന്ന് ഞാൻ മുസ്ലിമാ. നിങ്ങൾ കണ്ട പോലെ റസൂലുള്ളാനെയും ഞാൻ കണ്ടിട്ടുണ്ട്, സ്വർഗീയ കൊട്ടാരവും കണ്ടിട്ടുണ്ട്. എളിഭ്യനായി കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഖാലിയാർ ഇറങ്ങിപ്പോവുകയാ. അല്ലാഹുവേ, ധാരാളം നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ. ഖൈറും ബറകത്തും റഹ്മത്തും ധാരാളം വർദ്ധിപ്പിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, എത്രയെത്ര സംഭവങ്ങളാണ്, എത്രയെത്ര ചരിത്രങ്ങളാണ്. അബൂ തൽഹ തങ്ങളും ഭാര്യയും കൂടെ ഭക്ഷണം കൊടുക്കാനില്ലാത്ത റസൂലുള്ള 3 തവണ നിന്ന് ചോദിച്ചു, ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമോ? ഇല്ല.
മൂന്നാമത്തെ തവണ അബൂ തൽഹ തങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോയി. വീട്ടിൽ ഭക്ഷണമില്ല. മക്കളെ കിടത്തി ഉറക്കിയിട്ട് അവർക്കുള്ള ഭക്ഷണം ലൈറ്റ് കടത്തിയിട്ട് അബൂ തൽഹ തങ്ങളോട് ഭാര്യ പറഞ്ഞു, നിങ്ങൾ തിന്നണ്ട, ലൈറ്റ് കടത്തിയിട്ട് നിങ്ങൾ വെറും കൈയിട്ടാ മതി. വന്ന ആളുകൾ അവർ തിന്നുപോകട്ടെ. ഭാര്യ തിന്നില്ല, അബൂ തൽഹ തിന്നില്ല, മക്കള് തിന്നില്ല. വന്ന വിരുന്നേർക്ക് ഭക്ഷണം കൊടുത്തു. രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് അബൂ തൽഹ പോകുമ്പോ റസൂലുള്ളാഹി പറയാ, യാ അബാ തൽഹ തഅജ്ജബ റബ്ബുകുമാ മിൻ ഫീലികുമാ. നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ രണ്ടാളുടെ ഭാര്യയുടെ ഭർത്താവുണ്ട്, രണ്ടാളുടെ റബ്ബ് അല്ലാഹു അത്ഭുതപ്പെട്ടു പോയി. മിൻ ഫീലികുമാ, നിങ്ങൾ രണ്ടാള് വീട്ടിലേക്ക് വന്ന മുത്തഅല്ലിം മക്കൾക്ക്, വീട്ടിലേക്ക് വന്ന പാവപ്പെട്ടവർക്ക് നിങ്ങൾ രണ്ടാള് കൂടിയിട്ട് ഭക്ഷണം കൊടുത്തില്ലേ, ഐഡിയ നടത്തില്ലേ, സീക്രട്ട് ചർച്ച നടത്തില്ലേ, ഭക്ഷണം കഴിച്ചതുപോലെ അഭിനയിച്ചില്ലേ? ഇത് കണ്ടിട്ട് തഅജ്ജബ റബ്ബുകുമാ, നിങ്ങളെ പടച്ച അല്ലാഹു പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അബൂ തൽഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവരുകൾ 1000 ഒട്ടകത്തിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി സദഖ ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട്, അതിന്റെ പ്രതിഫലം കേട്ടിട്ട്, അതിന്റെ നന്മകൾ കേട്ടിട്ട്, അള്ളാന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അതിനെ കിട്ടുന്ന 700ഉം അതിനെ കാണും. കമസലി ഹബ്ബ, ഒരു വിത്ത് പോലെ. ആ വിത്ത് അത്ഭുതമാം. ഖുർആൻ പറഞ്ഞില്ലേ, 7 കൊലയുണ്ട്, ഓരോ കൊടയിലും 100 വിത്തുണ്ട്. അങ്ങനെ 700 ഇരട്ടി പ്രതിഫലമാണ്. ₹1 കൊടുത്താൽ, ഒരു ബിരിയാണി കൊടുത്താൽ 700 ബിരിയാണി കൊടുത്ത പോലെ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ഒരു 700 ഗ്ലാസ് വെള്ളം കൊടുത്ത പോലെ. അതിനേക്കാളും അല്ലാഹുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലാഹു വർദ്ധിപ്പിക്കുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല പടച്ച റബ്ബ് തആല അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് അമലുകൾ, ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യണ്ടയോ? നമ്മൾ ധാരാളം നന്മകൾ ചെയ്യുന്നവരാകണം, ധാരാളം സദഖ ചെയ്യുന്നവരാകണം.